ആലപ്പുഴ മാമ്പുഴക്കരയിലെ വീട്ടമ്മയെ കെട്ടിയിട്ട് കവർച്ച നടത്തി. അത് വളരെ രസകരമായ ഒരു കവർച്ച തന്നെ. അവരെ കൃഷ്ണൻ എന്ന 62 വയസ്സുകാരിയുടെ ജോലി ആശുപത്രിയിൽ കൂട്ടിരിപ്പ്. ആർക്ക് വേണേലും അവർ സഹായം ചെയ്തു കൊടുക്കും, അവർക്ക് അതിന്റെ കൂലി കൊടുത്താൽ മതി. 62 വയസ്സുള്ള അവർ ഒറ്റയ്ക്കാണ് താമസം. രാമങ്കരി പോലീസിന്റെ അതിർത്തിയിലുള്ള മാമ്പുഴക്കര എന്ന സ്ഥലത്താണ്. അവരെ വീട്ടിലേക്ക് പോകണമെങ്കിൽ ഒരു ചെറിയ ഇടവഴി കൂടെ പോകണം. 2 വീലർ മാത്രമേ പോകുള്ളൂ. പോയി ചെന്ന് കഴിഞ്ഞാൽ ചെറിയ വീടിന്റെ മുൻവശത്ത് ഒരു കൈത്തോട് അവിടെ ഒരു ഇരുമ്പ് പാലം ഇട്ടിട്ടുണ്ട്. ആ ഇരുമ്പ് പാലത്തെ കൂടെ വേണം വീട്ടിലേക്ക് എത്താൻ. കൃഷ്ണമ്മ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. കൃഷ്ണമ്മയുടെ വീടിനടുത്ത് എല്ലാ വീടുകളും കോമ്പൗണ്ട് വാളെല്ലാം കെട്ടിയ വീടുകളാണ്. ഈ വീട്ടിലേക്ക് മാത്രം ഈ ഇടവഴി കൂടെ 2 വീലർ മാത്രമേ വരുള്ളൂ. എന്തായാലും കൃഷ്ണമ്മ അവിടുത്തെ അമ്പലത്തില് അവിടെ ഉത്സവത്തിന് പോയി. അവിടെ ഒരു സ്ത്രീയെ പരിചയപ്പെട്ടു, തിരുവനന്തപുരംകാരിയായ കല. അവര് കൃഷ്ണമ്മയായിട്ട് സംസാരിച്ച് അവരുടെ നമ്പരൊക്കെ വാങ്ങിച്ച് കൃഷ്ണമ്മ ഒറ്റയ്ക്കാണ് താമസിക്കുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അതിനുശേഷം കൃഷ്ണമ്മയുടെ മൊബൈലിലൊക്കെ ഇവർ വിളിക്കും. കല അങ്ങനെ വിളിച്ച് കൂടെ ലോഹിയായി. കലയ്ക്ക് ആരുമില്ല എന്ന് പറഞ്ഞപ്പം കൃഷ്ണമ്മയുടെ വീട്ടിലേക്ക് അവരെത്തി. കഴിഞ്ഞ 8-10 ദിവസമായിട്ട് രണ്ടുപേരും ഒന്നിച്ചാണ് താമസിക്കുന്നത്. കൃഷ്ണമ്മയുടെ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യും. പച്ചക്കറിയൊക്കെ വാങ്ങാൻ രണ്ടുപേരും ഒന്നിച്ചു പോകും. വീട്ടു സാധനമൊക്കെ രണ്ടുപേരും പോയി വാങ്ങിക്കും. അങ്ങനെ കൃഷ്ണമ്മയുടെ ഒരു ആശ്രിത പോലെ അങ്ങനെ കല ആ വീട്ടിൽ നിന്നു. രണ്ടുപേരും 2 മുറിയിലാണ് രാത്രി കിടക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയിൽ ആരോ വന്നു കൃഷ്ണമ്മയെ അടിച്ചു വീഴ്ത്തി. കൃഷ്ണമ്മയുടെ കാലും കൈയും കട്ടിലിൽ കെട്ടിയിട്ടു. കൃഷ്ണമ്മയുടെ കയ്യിലുണ്ടായിരുന്ന ദേഹത്ത് അണിഞ്ഞിരുന്നില്ല 3.5 പവന്റെ ആഭരണം. അത് അവർ തട്ടിയെടുത്തു. ഏകദേശം 2-2.5 ലക്ഷം രൂപ വരും ഇപ്പം വില. പിന്നെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 36,000 രൂപ. അതെല്ലാം ഈ കലയ്ക്ക് അറിയാം വീട്ടിൽ പൈസ ഉണ്ടെന്ന്. പിന്നെ ATM കാർഡ് അതും ഈ വന്നവന്മാർ കൊണ്ടുപോയി. 4 പേര് വീട്ടിൽ കയറി വന്നു. ഏതായാലും പോലീസിന് സംശയമായി. ഇവര് വന്ന ശേഷമാണ് ഈ ഒരു പിടിച്ചുപറി ഉണ്ടായത്. ഇവര് തിരുവനന്തപുരംകാരിയാണ്. ഏതായാലും പെട്ടെന്ന് തന്നെ പോലീസ് തിരുവനന്തപുരം മാമ്പുഴക്കരയിലെ അടുത്ത്, അല്ലെങ്കിൽ ഈ മാമ്പുഴക്കരയിൽ താമസിക്കുന്ന നെയ്യാറ്റിൻകരക്കാരൻ രാജേഷ് എന്നൊരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നന്നായി, കേസ് ഡിറ്റക്ഷനായി. അവരെ അടിച്ചു വീഴ്ത്തിയിട്ട് അവരെ കാലും കൈയും കട്ടിലേക്ക് ഇട്ടിടുകയായിരുന്നു. പക്ഷെ പോലീസ് വന്ന് നോക്കിയപ്പോൾ വീട്ടിലേക്കുള്ള എൻട്രി കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിൻവശത്തെ വാതിലൊന്നും പൊളിച്ചിട്ടില്ല. അങ്ങനെ ആ കൃഷ്ണമ്മയുടെ പരിചയപ്പെട്ട കൂട്ടുകാരിയെ സംശയമായി. കാരണം ഹൗസ് ബ്രേക്കിംഗ് ഇല്ല, വാതിൽ ആരെങ്കിലും തുറന്നു കൊടുക്കണം. അത് തന്നെ 2 ആഴ്ച ആയോളൂ ഇവരുമായിട്ട് വന്നിട്ട്. 4 മാസത്തെ പരിചയമുള്ളൂ. അതിനുശേഷമാണ് ഇങ്ങനെയുള്ള സ്ഥലത്തൊരു മോഷണം. ആ വീട്ടിൽ നിന്ന് ഇവരെ ആഭരണവും 36,000 രൂപ ATM കാർഡും മാത്രമല്ല ചെമ്പ് പാത്രങ്ങളും ഒക്കെ കൊണ്ടുപോയി. അപ്പൊ ഒന്നിൽ കൂടുതൽ ആള് വേണം അത് കൊണ്ടുപോകാൻ. എന്തായാലും ഒരാളെ കസ്റ്റഡി എടുത്ത് 4 പേരാണ് കൃഷ്ണമ്മയുടെ വീട്ടിൽ കവർച്ച നടത്താൻ എത്തിയത്. ഏതായാലും രാവിലെ അടുത്ത മുറിയിൽ കിടന്ന സ്ത്രീയെ കൃഷ്ണമ്മയുടെ കാലും കൈയും കെട്ടൊക്കെ അഴിച്ചു വിട്ടു. പോലീസിൽ പരാതി പറയാൻ പോയി. പരാതി ഒക്കെ പറഞ്ഞു. പിന്നീട് ഇവരെ കണ്ടിട്ടില്ല. ഏതായാലും ഇപ്പൊ അവര് പോലീസ് കസ്റ്റഡിയിലുണ്ട് എന്ന് കരുതുന്നു. അവരെ കൂടെ താമസിക്കുന്ന തിരുവനന്തപുരംകാരനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 4 പേരാണ് ഈ കുറ്റകൃത്യം നടത്തിയത്. ബാലവാഴത്തെ ആണെന്ന് തോന്നുന്നു. ഈ സ്ത്രീയുടെ വീട്ടിൽ വന്ന് താമസിച്ചവരുടെ വീട് തിരുവനന്തപുരം ബാലരാമപുരക്കാരിയാണ്. അവരുമായിട്ട് അടുപ്പമുള്ള രാജേഷ് എന്നയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കാരണം പഴയ കാലത്തെ രീതിയിലുള്ള ഒരു മോഷണമായി പോയി. ആധുനിക മോഷണങ്ങളൊന്നും ഇതുപോലെ പെട്ടെന്ന് ഡിറ്റക്ഷൻ ആകാൻ കഴിയില്ല. ഏതായാലും ഇവരുടെ ഒരാളെ അറസ്റ്റ് ചെയ്തെങ്കിലും
ഈ സ്ത്രീ എവിടെയെങ്കിലുമൊക്കെ പോയി ഇതുപോലെ നിർന്ന് മോഷണം നടത്തിയിട്ടുണ്ടാകണം. ഇല്ലെങ്കിൽ വീട് മനസ്സിലാക്കിയ ശേഷം ഇവരവിടുന്ന് പോയി 3-4-5 മാസം കഴിഞ്ഞ് ആയിരിക്കും ചിലപ്പം മോഷണം നടന്നത്. ഇതിനകത്ത് പളിച്ച പറ്റിയത് ഇവർ ആ വീട്ടിൽ തന്നെ താമസമുണ്ട്. അതിൻ്റെ എൻട്രി വീടിനകത്തോട്ട് കയറി അവർ ഹൗസ് ബ്രേക്ക് ചെയ്തില്ല, വാതിൽ പൊളിച്ചില്ല, വാതിൽ തുറന്നു കൊടുക്കണം, അല്ലെങ്കിൽ വാതിൽ പൂട്ടാതെ ചാരി വെച്ചിരിക്കണം. അങ്ങനെയാണ് ഈ കേസിന്റെ ഓപ്പറേഷൻ നടത്തിയത്. എന്തായാലും 4 പേരുണ്ടെന്ന് പോലീസ് തൃപ്തിപ്പെടുത്തി. പോലീസ് അറസ്റ്റ് ചെയ്ത ആൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഏതായാലും കൊണ്ടുപോയ സാധനങ്ങളൊക്കെ റിക്കവർ ചെയ്യേണ്ടിയിരിക്കുന്നു. എന്തായാലും മാമ്പഴക്കരയിലുണ്ടായ ഈ സംഭവത്തിന്റെ അന്വേഷണം വളരെ നല്ല രീതിയിൽ നടത്തിയെന്നുള്ളതാണ് പോലീസിനെ, രാമങ്കരി പോലീസിനെ അഭിനന്ദിക്കുന്നു. കാരണം വളരെ പെട്ടെന്ന് തന്നെ ആ 1-2 ചെറിയ ലിങ്ക് കയറി പിടിച്ച് ഈ കേസ് ഡിറ്റക്ഷൻ ആയി എന്നുള്ളതാണ്.